വാതിലിങ്ങനെ തുറന്നിട്ട് ഇവരൊക്കെ എവിടെ പോയി? എടാ DIG. എടാ ഒന്നുമില്ലടാ, ഒരു അത്യാവശ്യത്തിന് വന്നാ. ഇവിടെ ഉണ്ടാ? ഇവക്കൂടെ സിനിമ ചാൻസ് കൊടുക്കാൻ വന്നായിരിക്കും അല്ലേ? അതിലൂടെ എനിക്ക് ടിപ്പൂന് വേണം, ഷൂട്ടിനാണ്. അയ്യടാ, ഇനി ടിപ്പൂനെ കൂടെ കൊണ്ടുപോയി സോംബിയാക്കാൻ ഞാൻ സമ്മതിക്കണം. അതിനൊന്നും നല്ലടാ, സാധനം അവിടെ. അതവിടെ ഇരിപ്പില്ല. എവിടെ? എന്റെ അടുത്താണ് ചോദിക്കുന്നത്, നിന്റെ സാധനമല്ലേ? ടിപ്പ് എവിടെ? നിന്റെ ടിപ്പ് ആയിരുന്നാ? നീ കണ്ട? ഇന്ന് രാവിലെ ഇതിൽ ഇറങ്ങി പോണ്ടായിരുന്നു. ഇത് നിന്റെ ചളിയാക്കാനുള്ള സമയമല്ലത്. എടാ സാധനം എങ്ങനെയെങ്കിലും നോക്കിയെടുക്ക്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഷോട്ടിനത് വേണം. ഞാനാണെങ്കിൽ പണ്ടാരം പറഞ്ഞ് ഏറ്റവും പോയി. ഇനി ബേബി ചേച്ചി എവിടെയെങ്കിലും എടുത്തുണ്ടാവോ? ബേബി ചേച്ചി ഒന്നും വന്നിട്ടില്ല. എന്താ? എടാ നീ ഫോൺ എടുത്ത് വിളിക്ക്, നീ ഡയൽ ചെയ്. എടതൊക്കെ ഞാൻ വിളിച്ചോളാം. നിങ്ങളൊരു പണി, എല്ലാ മുറിയിലൊന്ന് കയറി നോക്കിയേ. നീ അവിടെ ചെലുതേ, ഇവിടെയൊക്കെ കയറി നോക്കിയേ. അവി, എന്താണ്? ഒരു ഡൗട്ട്. നമ്മുടെ വീട് മുഴുവൻ വേസ്റ്റ് ആണെന്നും പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ക്ലിയർ ആവുമെന്നും ആക്രിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ എടുത്ത് കൊടുക്കണമെന്നും ബേബി ചേച്ചി പറയണ്ടായിരുന്നു. അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞ? അങ്ങനെ പറഞ്ഞിണ്ടായിരുന്നു. അയ്യോ മതിയടാ, ഒരു ദിവസം മൊത്തം ഇവിടെ കിടന്ന് ടിപ്പ് ഒന്നും പറഞ്ഞ് കരഞ്ഞ നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ചല്ലേ. യു ബിൻ ആക്രിമുറ്റം? അതെ. ഒരു മിനിറ്റ്, എന്താണ്? ഞാൻ ഡ്രസ് മാറ്റിട്ട് വരാം. ഓ, ഇനി ഇതിന്റെ ഇടയിലാണ് അവര്. അവി, എന്താടാ? വേറൊരു പ്രശ്നമുണ്ട്. ഇത് പൊട്ടിപ്പോയി. അതെ, ഇത്രയും വലിയൊരു ബിസിനസ് നടക്കുമ്പോൾ ഒരു 50% അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യേണ്ടതാ. ഓ, ഐ ആം സോ സോറി, ഞാൻ ആ കാര്യമേ മറന്നുപോയി. ഇതെന്താ? ചെക്ക്, അഡ്വാൻസ് പേയ്മെന്റ്. എന്റെ ദൈവമേ, ഞാനൊരു തമാശ പറഞ്ഞതാ മാഷേ. ഹേയ്, അത് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല, കമ്പനി പേയ്മെന്റാ. പ്യുവർലി ബിസിനസ്. ഐശ്വര്യമായിട്ട് മേടിച്ചോ. ഓക്കെ. എക്സ്ക്യൂസ് മീ. യെസ്, ദിവ്യ ഞാനാണ്. ഒരു കൊറിയർ ഉണ്ട്, ഒന്ന് സൈൻ ചെയ്യണേ. ഇവിടെ. ശരി, താങ്ക് യു. പോട്ടെ. ഇതെന്താ? എന്തെങ്കിലും സാമ്പിൾ സ്റ്റോക്ക് ആയിരിക്കും. ഓ, ആക്ച്വലി സാം ഫിലിം കാണാറ് പോലും ഇല്ല. ആണോ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാടാ? എങ്ങനെയാണ് കണ്ടുപിടിക്കണം? ഒരു സാധനം സൂക്ഷിക്കാറിയാതെ നിന്നേക്കാം. ഞാൻ അറിഞ്ഞ പെണ്ണുമ്പളം എടുത്തോളുന്നു. ഇവിടെ നമ്മൾ ഈ കടലിലിറങ്ങി നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഒരു പണി, ഞാൻ ചോദിച്ചിട്ട് വരാം. പോയി നോക്ക്, കാശ് വല്ലതും വേണേ കൊടുത്തേക്ക്. എന്തോ? എടാ കൊടുക്കടാ, ഇപ്പൊ ഇനി അതിന്റെ കണക്ക് പറയല്ലേ. ശരി. ഓ, എന്താണ് ഇത്? ഇത് ഒന്ന് പൊയ്ക്കടാ. എടി, ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ലെന്നാ പറയുന്നത്. അയ്യോ, എന്ത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? വാടകയ്ക്ക് എടുത്താലാ? കിട്ടോ? നിനക്ക് വാടക എടുത്തിട്ട് സിനിമ കാണുന്ന മതി അല്ലേ? എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തന്നിട്ട് വാടക എടുക്കുക. എന്താ ചെയ്യും?
ആ ചേട്ടാ ഇപ്പം ഇറങ്ങും. ഞാൻ പാക്ക് ചെയ്തോണ്ടിരിക്കുക. 10 മിനിറ്റ് ഇതേ അങ്ങോട്ട് വരാനുള്ള സമയം അത്രേ ഉള്ളൂ. ആ അമ്മേ, ഇനിയെങ്കിലും നിർത്തൂ ഈ ആൾക്കാർ മുമ്പിൽ കിടന്ന് ഷോ കാണിക്കുന്നത്. ഇതേ ഷോ എന്ന് പറയരുത്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ടിപ്പുവിനെ അന്വേഷിക്കുന്നത്. അയ്യടാ അതൊക്കെ ഞാൻ കണ്ട്. നീ എന്തുണ്ട്? ഞാൻ ഓഫീസിൽ പോയ സമയത്ത് നീ അപ്പുറത്തെ ഹോട്ടലിൽ പോയി മുങ്ങിയില്ലടാ. അത് പിന്നെ മനുഷ്യനെ വ്യസനം എന്ത് ചെയ്യും? നിന്റെ ഷൂട്ടിംഗ് എന്ന് വരുന്നുണ്ട്. ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇന്ന് ടിപ്പുനെ കൊണ്ട് അവിടെ ചെന്നില്ലെങ്കിൽ ഇന്നത്തോടെ എൻ്റെ ആരും ബാക്കപ്പ് ആവും. ചേട്ടാ എങ്ങാനും ബേബി ചേച്ചി ഇത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുത്തതാണോ? വേറെ ആർക്ക്? ചേട്ടാ നമ്മൾ പോയി നോക്കിയത് ഈ സ്ക്രാപ്പ് കൊടുക്കുന്ന സ്ഥലത്തല്ലേ. ആ ഈ നോർത്ത് ഇന്ത്യൻ പയ്യന്മാർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ശീലമുണ്ട്. അവരാരെങ്കിലും ഇത് മേടിച്ചിട്ട് നമ്മുടെ ഈ ആൻറ്റിക്കൊക്കെ വിൽക്കുന്ന ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ സെറ്റിൽ കൊണ്ടുവരാന്ന് പറഞ്ഞും പോയി. ഇനി ഇല്ലാണ്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ആകെ നാണക്കേടാവും. നിനക്ക് അതാണല്ലോ പ്രശ്നം. ടിപ്പു എവിടെയാണോ? ഒരു സെക്കൻഡ്. ചേച്ചി മുകളിലുണ്ട്. ചേച്ചി വെളിവൊക്കെ പോയാ? എന്റെ ചേച്ചി ഞാൻ എത്ര നേരം വിളിച്ചോണ്ടിരിക്കുന്നു. എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ വീട്ടിൽ ഫോൺ വെച്ച് പറഞ്ഞു. നിനക്ക് കുടിക്കാൻ തരം വേണോ? ചേച്ചി അതൊന്നും വേണ്ട. ടിപ്പു എവിടെ? എന്തിനിപ്പോ ടിപ്പു? ചേച്ചി ഒരു അത്യാവശ്യം വേണ്ടിയായിരുന്നു. പറ, ഇനി ആർക്കെങ്കിലും എടുത്ത് കൊടുത്താ? അയ്യടാ, ഇത്രയും കാലം ഇവിടെ പൊടി പിടിച്ച് കിടന്നപ്പോ ആർക്കും വേണ്ടായിരുന്നു ടിപ്പു. അത് പോട്ടെ ചേച്ചി, ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറ. അതെവിടെ? വാ വാ. എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറകെ തിരക്കി പറഞ്ഞ് നടന്നു. എവിടെ? ആ? എവിടെ? അതെ, 2 ദിവസം മുമ്പ് ഒരു ഹിന്ദിക്കാരൻ ചെറുക്കൻ വന്നിരുന്നു ആക്രി ഉറക്കാൻ. എന്നിട്ട് ഞാൻ കുറെ പത്രം, അടുക്കളയിലെ വേണ്ടാത്ത കുറെ പാത്രം എടുത്തു കൊടുത്തു. ആ ചേച്ചി ടിപ്പു എന്തിയേ? കിടന്ന് പിടയ്ക്കാതെ ഇറക്കാം അവത്തെ ടിപ്പു. ദാണ്ടെ ദാണ്ടിരിക്കും. മോനെ DIG, നിനക്ക് ലാപ്ടോപ്പ് കിട്ടിയപ്പോൾ നീ ആ സാധനത്തെ മൈൻഡ് ചെയ്തോ? എത്ര ദിവസം ഇതിവിടെ പൊടി പിടിച്ച് കിടന്ന്. എനിക്കത് കണ്ടപ്പോൾ സഹിച്ചില്ല. സാരമില്ല, മനുഷ്യരുടെ കാര്യമല്ലോ അങ്ങനെയാടാ. പുതിയത് കിട്ടുമ്പം പഴയതിനെ അങ്ങ് മറക്കും. മാറു മോനെ. കഴിഞ്ഞെങ്കിൽ താടാ രാവിലോട്ട് മനുഷ്യൻ ഇതിന്റെ പുറകെ കിടക്കണം. അല്ലെങ്കിൽ എല്ലാവരും കൂടി ടൈപ്പ് റൈറ്ററും വെച്ച് കുറെ ഓവറാക്കി. സെൽഫിഷ് പീപ്പിൾ.